ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 5th സ്റ്റാൻഡേർഡിൽ ഇന്ന് നടന്ന ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ആർട്ട് എഡ്യൂക്കേഷൻ, വർക്ക് ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ എക്സാമിൻ്റെ ആൻസർ കീയാണ്. അതായത് 2026-27 അധ്യയന വർഷത്തെ സമ്മേറ്റീവ് അസസ്മെൻറ്റ് ഫസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആണ് ഫസ്റ്റ്. റീഡ് ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ കെയർഫുള്ളി ആൻഡ് ആൻസർ ദം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് സ്ലീപ്പ് ഈസ് കറക്റ്റ്? സ്ലീപ്പുമായിട്ട്, ഉറക്കവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ളതെന്നാണ് അല്ലേ. ഓക്കെ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? അഡ്വക്കേറ്റ് ഈസ് സ്ലീപ്പ് ഈസ് നെസസറി ഫോർ ഗുഡ് ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഗ്രോത്ത്. അത് ശരിയാണല്ലേ. ഓക്കെ, then a child aged to 12 years he need 3 hours of sleep. അത് ശരിയാണോ അല്ലല്ലേ. then sufficient sleep is necessary to enhance thinking skills and memory. അത് ശരിയാണ്. then the importance of sleep to live a healthy life is ലീഡ് എന്നായിരിക്കും അല്ലേ. ഓക്കെ, സ്ലീപ്പ് ടു ലീഡ് ഹെൽത്തി ലൈഫ് ഈസ് വെരി ലോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് തെറ്റാണല്ലേ. ഓക്കെ, അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് 1ഉം 3ഉം ആണല്ലേ വരിക. 1ഉം 3ഉം. യെസ്, സി ആണല്ലേ ഓപ്ഷൻ വരുന്നത്. ഓപ്ഷൻ സി 1, 3. 1 and 3 are correct. Then choose the correct answer. FIFA is related to cricket. Then ISL related to football. Then IPL related to cricket. Then NBA is related to cricket. അപ്പോൾ തന്നിട്ടുള്ളതിൽ ശരിയായിട്ടുള്ളത് ഏതാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ശരിയായിട്ടുള്ളത് ഏതാണ്? യെസ്, ബോത്ത് 2 and 3 are correct അല്ലേ. ബോത്ത് 2 and 3 and correct. The next question, complete the table. Observe the picture given below and write the names of the yogasanas. യോഗാസനാസ് ഏതൊക്കെയാണെന്ന് എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ഭുജംഗാസനവും മറ്റേതാണ് പവനമുക്താസനവുമാണല്ലേ. then write any 2 hygienic habits that person should follow. മനുഷ്യരെ ഫോളോ ചെയ്യേണ്ട ഏതെങ്കിലും 2 ഹൈജീനിക് ഹാബിറ്റ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് കൊടുത്തിട്ടുണ്ട്, ക്ലീൻ യുവർ ടീത്ത് ആൻഡ് മൗത്ത് എവറി മോർണിംഗ് ആൻഡ് നൈറ്റ്. എല്ലാ ദിവസവും രാവിലെയും രാത്രിയും പല്ലും വായും വൃത്തിയാക്കുക. നെക്സ്റ്റ് നമുക്ക് എന്ത് എഴുതാം? യെസ്, വാഷ് ഹാൻഡ്സ് പ്രോപ്പർലി വിത്ത് സോപ്പ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ടേക്കിംഗ് ഫുഡ്. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ശേഷം എന്ത് ചെയ്യുക? സോപ്പ് ഉപയോഗിച്ച് കൈകൾ വൃത്തിയായി കഴുകുക എന്നുള്ളത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഓക്കെ, then 5 to 7 have points A and B. Answer only one of them എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. 5th A ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് എനി 2 benefits of practicing yoga regularly. റെഗുലറായിട്ട് പതിവായിട്ട് യോഗ പരിശീലിക്കുന്നത് കൊണ്ടുള്ള ഏതെങ്കിലും 2 ഗുണങ്ങൾ. ഒന്ന് നമുക്ക് നൽകിയിട്ടുണ്ട്, ഹെൽപ്സ് ടു റെഡ്യൂസ് മെൻ്റൽ സ്ട്രെസ്. മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് വേണ്ട നമുക്ക് എന്ത് എഴുതാം? യെസ്, ഇംപ്രൂവ്സ് ബോഡി ഫ്ലെക്സിബിലിറ്റി ആൻഡ് കോൺസെൻട്രേഷൻ. ശരീരത്തിൻ്റെ വഴക്കും ഏകാഗ്രതയൊക്കെ വർദ്ധിക്കും അല്ലേ. അപ്പോൾ എന്താണ്? ഇംപ്രൂവ്സ് ബോഡി ഫ്ലെക്സിബിലിറ്റി ആൻഡ് കോൺസെൻട്രേഷൻ. then or write 2 important benefits of regular participation in team games. ടീം ഗെയിംസിൽ, അതായത് ടീമായിട്ട് ഗെയിമുകളിൽ ഏർപ്പെടുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് നമുക്ക് എന്ത് എഴുതാം? യെസ്, ഹെൽപ്സ് ടു ഡെവലപ്പ് കോർപ്പറേഷൻ ആൻഡ് ലീഡർഷിപ്പ് സ്കിൽ അല്ലേ. സഹകരണ മനോഭാവവും അതുപോലെ തന്നെ ലീഡർഷിപ്പ് സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യും അല്ലേ. അപ്പോൾ എന്ത് എഴുതാം നമുക്ക്? ഹെൽപ്സ് ഡെവലപ്പ് കോർപ്പറേഷൻ ആൻഡ് ലീഡർഷിപ്പ് സ്കിൽസ്. then next 6th A question, write any 2 positive changes that occur in the body due to nutritional intake. പോഷകാഹാരം കഴിക്കുന്ന മൂലം ശരീരത്തിലുണ്ടാകുന്ന ഏതെങ്കിലും 2 നല്ല മാറ്റങ്ങൾ അല്ലേ. 2 നല്ല മാറ്റങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്തൊക്കെ എഴുതാം? പ്രോപ്പർ ഫിസിക്കൽ ഗ്രോത്ത് ആൻഡ് എനർജി അല്ലേ. നല്ല ശാരീരിക വളർച്ച, ഊർജ്ജമൊക്കെ ലഭിക്കും. then ബൂസ്റ്റ് ബോഡി ഇമ്മ്യൂണിറ്റി അഗെയിൻസ്റ്റ് ഡിസീസസ്. രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുമല്ലോ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ബൂസ്റ്റ് ബോഡി ഇമ്മ്യൂണിറ്റി അഗെയിൻസ്റ്റ് ഡിസീസസ്. The next question, what is physical fitness? Write the names of any 2 activities that help in increasing physical fitness. അപ്പോൾ എന്താണ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. കായികക്ഷമത എന്നാൽ എന്ത്? ഇനി ഫിസിക്കൽ ഫിറ്റ്നസ് ഇൻക്രീസ് ചെയ്യാനുള്ള ഏതെങ്കിലും 2 ആക്ടിവിറ്റീസും എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത്? യെസ്, ഫിസിക്കൽ ഫിറ്റ്നസ് ഈസ് ദ എബിലിറ്റി ഓഫ് അവർ ബോഡി ടു ക്യാരി ഔട്ട് ഡെയിലി ടാസ്ക്സ് എഫിഷ്യൻ്റ്ലി വിത്തൗട്ട് അൺഡ്യൂ ഫാറ്റിഗ് അല്ല. അതായത് എന്താണ്? ദിനം പ്രതിയുള്ള ജോലികൾ ക്ഷീണം കൂടാതെ ചെയ്യാനും അതുപോലെ തന്നെ അടിയന്തര സാഹചര്യങ്ങളൊക്കെ നേരിടാനുള്ള ശരീരത്തിൻ്റെ പ്രാപ്തിയാണ് നമ്മൾ എന്ത് പറയുന്നത്? യെസ്, ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആക്ടിവിറ്റീസ് എന്തൊക്കെ നമുക്ക് എഴുതാം? റണ്ണിങ്, സ്വിമ്മിങ്, സൈക്ലിംഗ്, അങ്ങനെ ഏതെങ്കിലും 2 എഴുതാം. then 7th A question, what is when is International Yoga Day celebrated? Describe the significance of International Yoga Day.
അപ്പോൾ എന്താണ് ഇൻ്റർനാഷണൽ യോഗ ഡേ എന്നാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? എന്നാണ്? യെസ്, June 21 ആണല്ലേ. ഡിസ്ക്രൈബ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഇൻ്റർനാഷണൽ യോഗ ഡേ. ഇൻ്റർനാഷണൽ യോഗ ഡേയുടെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. പ്രാധാന്യം എന്താണ്? യെസ്, ഇറ്റ് എയിംസ് ടു റേസ് ദ അവയർനെസ് വേൾഡ് വൈഡ് അബൌട്ട് ദ മെനി ബെനിഫിറ്റ്സ് ഓഫ് പ്രാക്ടീസിങ് യോഗ ഫോർ ഓവറോൾ ഹെൽത്ത് ആൻഡ് മെൻ്റൽ വെൽബീയിങ്. എന്തൊക്കെയാണ്? ആരോഗ്യമുള്ള ശരീരവും മനസ്സും നിലനിർത്തുന്നത് എന്താണ്? യോഗയുടെ പങ്ക് ലോകമെമ്പാടുമുള്ള ആളുകളിൽ ബോധവൽക്കരിക്കാൻ സഹായിക്കുന്നു അല്ലേ. അപ്പോൾ ആൻസർ എന്താണ്? ഇറ്റ് എയിംസ് ടു റേസ് അവയർനെസ് വേൾഡ് വൈഡ് അബൌട്ട് ദ മെനി ബെനിഫിറ്റ്സ് ഓഫ് പ്രാക്ടീസിങ് യോഗ ഫോർ ഓവറോൾ ഹെൽത്ത് ആൻഡ് മെൻ്റൽ വെൽബീയിങ്. അല്ലെങ്കിൽ ഓർ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. Observe the picture given below and write the correct answer. What is the name of this activity? Activity എന്താ പറയുക എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. Then write any one benefit of this activity to the body. ഇത് ബോഡിക്ക് നൽകുന്ന ഏതെങ്കിലും ബെനിഫിറ്റും എഴുതാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. എന്താണ് ഇവിടെ നൽകിയിട്ടുള്ളത്? ഭ്രാമരി പ്രാണായാമമാണല്ലേ. ഓക്കെ, അപ്പോൾ എന്താണ് ഇത്? മനസ്സിന് എന്ത് ചെയ്യുന്നുണ്ട്? ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് കാംസ് ദ മൈൻഡ്, റിലീസ് സ്ട്രെസ് ആൻഡ് ഇംപ്രൂവ് കോൺസെൻട്രേഷൻ അല്ലേ. ഇപ്പം മനസ്സിലെ പിരിമുറുക്കം കുറയ്ക്കാൻ, ഏകീകൃത കൂട്ടാനൊക്കെ സഹായിക്കും അല്ലേ. ഓക്കെ, ദെൻ 8th ക്വസ്റ്റ്യൻ. റൈറ്റ് ഡൗൺ ദ എമൗണ്ട് ഓഫ് വാട്ടർ ദ ചിൽഡ്രൻ ഓഫ് ഡിഫറെൻറ്റ് ഏജസ് ഷുഡ് ഡ്രിങ്ക് ഇൻ എ ഡേ. 4 to 8 years old ക്വാണ്ടിറ്റി എത്രയായിരിക്കണം? യെസ്, 1.2 to 1.4 ലിറ്റേഴ്സ് അല്ലേ. ദെൻ 9 to 30 years ഓൾഡ് ആകുമ്പോൾ 1.6 to 1.8 ലിറ്റേഴ്സ്. ദെൻ 40 to 18 years ഓൾഡ് ആകുമ്പോൾ 2 to 2.5 ലിറ്റേഴ്സ്. ദെൻ ആർട്ട് എഡ്യൂക്കേഷൻ ആണ് നെക്സ്റ്റ് നോക്കുന്നത്. ദ ഗ്രീൻ ഈസ് ഒബ്റ്റെയിൻ ബൈ മിക്സിംഗ് 2 കളേഴ്സ്. വിച്ച് ആർ ദോസ് കളേഴ്സ്? ഏതായിരിക്കും കിട്ടുക? അതായത് 2 നിറങ്ങൾ കൂട്ടിക്കലർത്തിയാണ് പച്ച നിറം ലഭിക്കുന്നത്. ആ നിറങ്ങൾ ഏതെല്ലാമാണ്? റെഡ് ആൻഡ് യെല്ലോ, ബ്ലൂ ആൻഡ് വൈറ്റ്, ബ്ലൂ ആൻഡ് യെല്ലോ, റെഡ് ആൻഡ് ബ്ലൂ. ഏതായിരിക്കും? അതെ, ബ്ലൂ ആൻഡ് യെല്ലോ ആയിരിക്കും അല്ലേ. ബ്ലൂ ആൻഡ് യെല്ലോ. ദെൻ നെക്സ്റ്റ്, ദ ഫോളോയിങ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് Vaitaris. Choose the correct statement from this. They are presented rhythmically. Rhythmically ആണ്. Then they are sung by combining letters in musical and rhymic way. It is a simple music. Then they are structured according to Carnatic music. അപ്പോൾ തന്നിട്ടുള്ളതിൽ ഏതൊക്കെയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്? 1, 2, 3 എന്നിവയാണ് അല്ലേ. ദേ ആർ പ്രസൻറ്റഡ് rhythmically. They are sung by combining letters in musical and rhythmic way. Then they are structured according to the തേർഡ് വൺ ആണല്ലേ. ഇറ്റ് ഈസ് സിമ്പിൾ മ്യൂസിക്. അപ്പോൾ 1, 2, 3 ആണ് കറക്റ്റ് എന്നുള്ളത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് വരിക. 1, 2, 3 ആർ കറക്റ്റ്. ദെൻ ക്വസ്റ്റ്യൻ 3 to 4 and 5 have 2 options, A and B. Answer the only one option for each question. തേർഡ് എ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ഹാൻഡിക്രാഫ്റ്റ്സ് എന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. എന്താണ് ഈ കൈത്തൊഴിൽ ഉൽപ്പന്നങ്ങളൊക്കെ എന്ന് പറയുന്നത്? എന്താണ്? യെസ്, ഹാൻഡിക്രാഫ്റ്റ്സ് എന്താണെന്നാണ് പറയുക? ഹാൻഡിക്രാഫ്റ്റ്സ് ആർ ഐറ്റംസ് ഓർ ഡെക്കറേറ്റീവ് ഒബ്ജക്ട്സ് മെയ്ഡ് എൻ്റർലി ബൈ ഹാൻഡ് ഓർ യൂസിങ് സിമ്പിൾ ടൂൾസ്. അതായത് കൈകൾ ഉപയോഗിച്ച് ലളിതമായിട്ടുള്ള ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കലാപരമായ ഉൽപ്പന്നങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹാൻഡിക്രാഫ്റ്റ്സ് എന്ന് പറയുന്നത് അല്ലേ. ദെൻ റൈറ്റ് ദ നെയിംസ് ഓഫ് എനി 2 റോ മെറ്റീരിയൽ യൂസ്ഡ് ഇൻ ഹാൻഡിക്രാഫ്റ്റ്സ്. ഹാൻഡിക്രാഫ്റ്റ്സിൽ ഉപയോഗിക്കുന്ന ഏതെങ്കിലും 2 റോ മെറ്റീരിയൽസ് എഴുതിയാൽ മതി. ഇവിടെ കൊടുക്കുന്നുള്ളത് ബാമ്പുവും ക്ലേയും ആണ്. നിങ്ങൾക്ക് കോക്കനട്ട് ഷെല്ല്, കെയിൻ ഏതെങ്കിലും 2 എഴുതിയാൽ മതി. മാർക്ക് കിട്ടുന്നതാണ്. ഓക്കെ, ദെൻ വെൻ 2 colors are mixed, a new color is obtained. Write the names of any 4 such colors. Also write the colors that mix to obtain each new color. എന്താ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ 2 നിറങ്ങൾ കൂടിച്ചേരുമ്പോൾ പുതിയ നിറം ലഭിക്കും അല്ലേ. അപ്പോൾ അത്തരം ഏതെങ്കിലും 4 നിറങ്ങളുടെ പേരുകൾ എഴുതുക. ഓരോ പുതിയ നിറവും ലഭിക്കാൻ ചേർക്കുന്ന നിറങ്ങളും എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്ക് ഏതൊക്കെ എഴുതാം? ഗ്രീന് കിട്ടാൻ ബ്ലൂ പ്ലസ് യെല്ലോ, ദെൻ ഓറഞ്ച് റെഡ് പ്ലസ് യെല്ലോ, ദെൻ വയലറ്റ് റെഡ് പ്ലസ് ബ്ലൂ എഴുതാം അല്ലേ. ദെൻ പിങ്ക് റെഡ് പ്ലസ് വൈറ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. Vaitaris are sung by combining letters in musical and rhythmic way. In which categories of our Vaitari is used? Write any 2 categories. സംഗീതാത്മകമായിട്ടും താളാത്മകമായിട്ടൊക്കെ കോർത്തിണക്കിയാണ് എങ്ങനെ വായ്ത്താരികൾ പാടുന്നില്ല. അപ്പോൾ ഏതെല്ലാം തരം പാട്ടുകളാണ് വായ്ത്താരികൾ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. വഞ്ചിപ്പാട്ടിനുണ്ട്, അതുപോലെ തന്നെ വില്ലടിച്ചാൻ പാട്ട് അഥവാ നാടൻ പാട്ടുകൾക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വായ്ത്താരി ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഏതെങ്കിലും 2 നിങ്ങൾ എഴുതുക. ദെൻ 4th B ക്വസ്റ്റ്യൻ. കളകള കളകള ചിൽ 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 ചുഗു 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 നിം 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 നിം. ദ ലൈൻസ് ഗിവൺ എബോവ് ക്യാൻ ബി സങ് ഇൻ ദ ട്യൂൺ ആൻഡ് റിതം. റൈറ്റ് 4 സിമിലർ ലൈൻസ് യൂസിങ് പ്ലസന്റ് സൗണ്ടിങ് വേർഡ്സ്. എന്താ പറഞ്ഞിട്ടുള്ളത്? കേൾക്കാനുള്ള അക്ഷരങ്ങൾ ഉപയോഗിച്ച് സമാനമായിട്ടുള്ളൊരു 4 വരികൾ നിങ്ങൾ തയ്യാറാക്കാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്ത് എഴുതാം? തക 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 തെയ് തിരി, തരികിട തരികിട തെയ്യും, ദെൻ ദെയ് തെയ് തെയ് തക തെയ്, ദിമി 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 തെയ്. അങ്ങനെ ഏതെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് എഴുതാവുന്നതാണ്.
Then a flip book is on that shows the movement in picture series when they flip the pages one by one. While making flip book that shows the movement of a ball, how do you draw the position of the ball in pages? Create the movement of the ball by drawing 4 pages in square. എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു പന്ത് ചലിക്കുന്ന ഒരു നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, നിങ്ങളൊക്കെ ഫ്ലിപ്പ് ബുക്ക് കണ്ടിട്ടാണാവില്ലേ? ആ ഫ്ലിപ്പ് ബുക്കിൽ വരയ്ക്കുന്ന രീതിയിൽ 4 ചിത്രങ്ങളായിട്ട് നിങ്ങളോട് വരയ്ക്കാനാണല്ലേ പറഞ്ഞിട്ട്. ഒരു ചലിക്കുന്ന പന്ത്, ഒരു പന്ത് ചലിക്കുന്ന ഒരു ചിത്രമാണല്ലേ വരച്ച് നോക്കിയിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ. ദെൻ നോക്കൂ, എ സ്റ്റോറി ബോർഡ് ഈസ് എ സീരീസ് ഓഫ് പിക്ചർ ദാറ്റ് ഡ്രോൺ ആസ് പാർട്ട് ഓഫ് ഷൂട്ടിംഗ് എ മൂവി. ഒബ്സർവ് ദ പിക്ചർ ഗിവൺ ബിലോ ആൻഡ് റൈറ്റ് എ സ്റ്റോറി. അപ്പോൾ ഇവിടെ നൽകിയിട്ടുള്ള ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു സ്റ്റോറി തയ്യാറാക്കാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം. ഇതുപോലെ ഒന്നാവില്ല നിങ്ങൾ എഴുതിയത്, നിങ്ങൾ എങ്ങനെയാണോ എഴുതിയിട്ടുള്ളത് കുഴപ്പമില്ല. അപ്പോൾ ഇതൊരു മോഡൽ മാത്രമാണ്. എ യങ് ബോയ് വാസ് വാക്കിംഗ് അലോങ് ദ റോഡ് വെൻ ഹി നോട്ടീസ്ഡ് എ ഹട്ട്. അപ്പോൾ അവരൊരു ഹട്ട് കാണാനല്ലേ. ദെൻ ഹി തേഴ്സ്റ്റി ആൻഡ് a dog, he kindly offered some water to the dog. The grateful dog started following the boy all the way to his home. When they reached the house, the mother happily welcomed the dog into their family. അങ്ങനെ വേണമെങ്കിൽ എഴുതുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റോറി എഴുതുക. ദെൻ ഈച്ച് ലൊക്കാലിറ്റി ഹാസ് ഇറ്റ്സ് യുണീക് സോങ്സ് ആൻഡ് ഡാൻസ് ഫോം. ദേ ആർ നോൺ ആസ് ലോക്കൽ ഡാൻസ് ഫോം എന്നറിയും അല്ലേ. റൈറ്റ് ദ നെയിംസ് ഓഫ് എനി 2 ലോക്കൽ ഡാൻസ് ഫോം ദാറ്റ് യു ആർ ഫെമിലിയർ വിത്ത്. നിങ്ങൾക്ക് പരിചയമുള്ള ഏതെങ്കിലും 2 ലോക്കൽ ഡാൻസ് ഫോംസ് എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏത് എഴുതാൻ? തിരുവാതിരക്കളിയോ പടയണി, കോൽക്കളി, അങ്ങനെ എന്തെങ്കിലും ഒന്ന്, ഒപ്പന, ഏതെങ്കിലും 2 എഴുതിയാൽ മതി. Then you are performing a short play in the classroom. You are enacting the situation in which you are walking through a field. Write 2 expressions suitable for acting in a situation where you suddenly slip in the mud and fall down. അപ്പോൾ എന്ത് ചെയ്യാണ്? നിങ്ങൾ ക്ലാസ് മുറിലൊരു നാടകം അവതരിപ്പിക്കുകയാണ്. അപ്പോൾ നാടകത്തിലൂടെ പാടത്തൂടെ നടന്നു പോകുന്ന രംഗമാണ്. You are walking through a field. Write 2 expressions suitable for acting in a situation where you suddenly slip in the mud and fall down. നിങ്ങൾ ചെളിയിൽ തന്നെ വിടാൻ അനുയോജ്യമായ 2 ഭാവങ്ങൾ എഴുതാണെന്നല്ലേ. അപ്പോൾ എന്ത് ഭാവം ഉണ്ടാവുക? ഫേഷ്യൽ എക്സ്പ്രഷൻ ചോയ്സ് സഡൻ ഷോക്ക് ആണല്ലേ. അതുപോലെ തന്നെ ഒരു സർപ്രൈസ് ഉണ്ടാവും അല്ലേ. ദെൻ പെയിൻ ഉണ്ടാവും. വീണ് കഴിഞ്ഞാൽ എന്തുണ്ടാവും? പെയിൻ ഉണ്ടാവും. ആഫ്റ്റർ ദ ഫോൾ, വീണ് കഴിഞ്ഞതിന് ശേഷം എന്താവും? ഒരു പെയിൻ ഒക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അഭിനയിച്ച് കാണിക്കാവുന്നതാണ് അല്ലേ. ദെൻ എക്സ്പ്ലെയിൻ ദി പ്രിപ്പറേഷൻ ആൻഡ് presentation method for any 3 presentation conducted by the Arts Club as a part of the Independence Day celebration. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൻ്റെ ഭാഗമായി എന്താണ് ആർട്സ് ക്ലബിൻ്റെ നടത്തിയ ഏതെങ്കിലും 3 പരിപാടികളുടെ തയ്യാറെടുപ്പുകളും അവതരണ രീതിയും വിവരിക്കാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഏതെങ്കിലും ഒന്നിൻ്റെ എഴുതിയാൽ മതി. ഓക്കെ, ദ നെക്സ്റ്റ് നമുക്ക് നോക്കാം. വർക്ക് ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ആണ് നോക്കാനുള്ളത്. ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇവിടെ 3 സ്റ്റേറ്റ്മെൻറ്റ്സ് നൽകിയിട്ടുണ്ട്. അതിൽ ശരിയായിട്ടുള്ളത് ഏതാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. In a grow bag farming and planting, mixture is prepared by mixing an equal proportion of soil, dry coat, dung powder and cocoa peat. Then placing piece of tiles at very bottom of the grow bag and will help to prevent water loss. Then placing layer coconut husk and dry leaves on the tiles or bricks help the roots the plants grow well. അപ്പോൾ തന്നിട്ടുള്ളതിൽ ശരിയായിട്ടുള്ളത് ഏതാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഫൈൻഡ് ദ കറസ്പോണ്ടിങ് ഫ്രം കോളം എ, ബി ആൻഡ് സി. ഓക്കെ, അപ്പോൾ അതിൽ ശരിയായിട്ടുള്ളത് ഏതാണ്? ആൻസർ വരുന്നത് ഏതാണ്? അതെ, ആൻസർ ഓപ്ഷൻ ഏതാണ്? ബി ആണ് വരുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഇറ്റ് ഈസ് എ എസെൻഷ്യൽ പ്രിപ്പയർ എ പ്ലാൻ ബിഫോർ സ്റ്റാർട്ടിംഗ് ദ കൺസ്ട്രക്ഷൻ ഓഫ് എ ഹൗസ്. വാട്ട് ആർ ദ 2 അഡ്വാൻറ്റേജസ് ഡ്രോയിങ് എ പ്ലാൻ? അപ്പോൾ ഒരു വീടിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നതിന് മുമ്പ് പ്ലാൻ തയ്യാറാക്കേണ്ടത് അത്യാവശ്യമാണല്ലേ. അപ്പോൾ പ്ലാൻ വരയ്ക്കുന്നതിന് 2 മേന്മകൾ എന്തെല്ലാം എന്നാണല്ലേ ചോദിച്ചത്. എന്തൊക്കെയാണ്? ഹെൽപ്സ് ഇൻ എസ്റ്റിമേറ്റിംഗ് ദ ടോട്ടൽ കൺസ്ട്രക്ഷൻ കോസ്റ്റ് ആൻഡ് റിക്വയർ ബിൽഡിംഗ് മെറ്റീരിയൽസ്. നമുക്ക് എന്ത് കണക്കാക്കാൻ? നിർമ്മാണ ചെലവും ആവശ്യമായ വസ്തുക്കളുടെ അളവ് കൃത്യമായിട്ട് കണക്കാക്കാൻ പറ്റും അല്ലേ. ദെൻ എൻഷുവേഴ്സ് പ്രോപ്പർ സ്പേസ് യൂട്ടിലൈസേഷൻ ആൻഡ് ഡിസൈൻ ലേ ഔട്ട് ഓഫ് റൂം. മുറികളുടെ വലുപ്പവും അതുപോലെ ഉപയോഗമൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഭംഗിയായിട്ട് ക്രമീകരിക്കാൻ സാധിക്കും അല്ലേ. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വാല്യൂസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് ഡു യു ഡെവലപ്പ് ബൈ ടേക്കിംഗ് പാർട്ട് ഇൻ ക്രിയേറ്റിംഗ് വെജിറ്റബിൾ ഗാർഡൻ അറ്റ് ഹോം ഓർ അറ്റ് സ്കൂൾ? നിങ്ങൾ എന്ത് ചെയ്യുക? വീട്ടിലെ സ്കൂളിലൊക്കെ ഒരു പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കുന്നതിൽ പങ്കാളിയാകുന്നതിലൂടെ നിങ്ങൾക്ക് എന്തെല്ലാം മൂല്യങ്ങളും അതേപോലെ തന്നെ മനോഭാവങ്ങളൊക്കെയാണ് വികസിക്കുക എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയായിരിക്കും? ഈസ് ദ ഡിഗ്നിറ്റി ഓഫ് ലേബർ ആൻഡ് ടീം വർക്ക് സ്പിരിറ്റ് അല്ലെ. തൊഴിലിനോടുള്ള ആദരവും അതുപോലെ തന്നെ ഒരു ടീം വർക്ക് സ്പിരിറ്റ് ഒക്കെ ഉണ്ടാവും അല്ലേ. ദ ലവ്, കെയർ ആൻഡ് റെസ്പോൺസിബിലിറ്റി ടുവേഴ്സ് നേച്ചർ ആൻഡ് എൻവയോൺമെന്റ്. പ്രകൃതിയോടും പരിസ്ഥിതിയോടുള്ള സ്നേഹവും ഉത്തരവാദിത്വം ഒക്കെ ഉണ്ടാവും അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ഡെയിലി ഡയറ്റ് ചാർട്ട് ഷുഡ് ബി പ്രിപ്പയർഡ് ഫോർ സച്ച് ഹു ഫോളോസ് എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. ക്യാൻ യു സജസ്റ്റ് 2 locally available high fiber vegetables and 2 fruits to include in the
chart. അപ്പോൾ ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരുന്ന സച്ചുവിന് എന്താണ് ഒരു ദിവസത്തെ ഭക്ഷണക്രമം തയ്യാറാക്കണം അല്ലേ. അപ്പോൾ ചാർട്ടിൽ ഉൾപ്പെടുത്താൻ പ്രാദേശികമായി ലോക്കലി ആയിട്ട് ലഭിക്കുന്ന ഉയർന്ന നാരുള്ള 2 പച്ചക്കറികളും 2 പഴങ്ങളും. പച്ചക്കറി നമുക്ക് ഏത് എഴുതാം? സ്പിനാഷും ബിറ്റർ ഗോർഡൊക്കെ എഴുതാം അല്ലേ. ദെൻ ഫ്രൂട്ട്സിൽ നമുക്ക് ഗുവാവ, ജാക്ക് ഫ്രൂട്ട്, ദെൻ ബനാനൊക്കെ എഴുതാം അല്ലേ. ലോക്കലി കിട്ടുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ എഴുതിയാൽ മതി. ദെൻ ഒബ്സർവ് ദി പിക്ചർ ഗിവൺ ബിലോ. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് സച്ച് ഹൗസസ്? ഇങ്ങനെയുള്ള ഹൗസസിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എന്താണ്? എന്താണ് വീടിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്? സ്ലോപ്പിംഗ് റൂഫ്സ് ദാറ്റ് അലോ റെയിൻ വാട്ടർ ടു ഡ്രെയിൻ ഓഫ് ഈസിലി. അപ്പം ഇങ്ങനത്തെ ചെരിഞ്ഞ മേൽക്കൂരുള്ള മഴവെള്ളം എളുപ്പത്തിൽ വാർന്നു പോകാൻ സഹായിക്കും അല്ലേ. ദ റൈസ്ഡ് ആൻഡ് സ്റ്റഡി സ്റ്റോൺ ഫൗണ്ടേഷൻ പ്രൊട്ടക്ട് ഫ്രം ഡാംപ്നെസ്. അതായത് കല്ലുകളും തടിയൊക്കെ ഉപയോഗിച്ച് ഉറപ്പുള്ള തറയിലാണല്ലേ നിർമ്മിച്ചിട്ടുള്ളത്. The raised and steady, then good ventilation with the traditional architecture style. അപ്പോൾ ഈ ഒരു ഫീച്ചേഴ്സ് ഒക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ദെൻ ആൻസർ എനി വൺ ഓഫ് ദ ക്വസ്റ്റ്യൻ ആസ് എ പാർട്ട് ഓഫ് ദ ഹരിതസഭ ആക്ടിവിറ്റി ഈസ് ഡിസൈഡ് ടു മേക്ക് ഗ്രോ ബാഗ്സ് യൂസിങ് വേസ്റ്റ് മെറ്റീരിയൽസ്. അപ്പോൾ ഹരിതസഭയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് എന്താണ്? വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് എന്ത് ചെയ്യുകയാണ്? വേസ്റ്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് ഗ്രോ ബാഗ് ഉണ്ടാക്കുകയാണ് അല്ലേ. റൈറ്റ് 2 വേസ്റ്റ് മെറ്റീരിയൽസ് അതർ ദാൻ ജീൻസ് ഫോർ മേക്കിംഗ് ഗ്രോ ബാഗ്. ഇപ്പം എന്താ പറഞ്ഞിട്ടുള്ളത്? ഗ്രോ ബാഗ് ഉണ്ടാക്കാൻ ജീൻസ് അല്ലാതെ ഉപയോഗിക്കാവുന്ന 2 ഉപയോഗശൂന്യമായ വേസ്റ്റ് മെറ്റീരിയൽ എന്താണെന്ന് എഴുതാനാണ് അതേ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്ത് എഴുതാം? പ്ലാസ്റ്റിക് സാക്സ് എഴുതാം അല്ലേ. അതുപോലെ തന്നെ സാക്സ് ചപ്പൽ എഴുതാം, പെയിന്റ് ബക്കറ്റ് ഒക്കെ എഴുതാം അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ദ മാനുഫാക്ചറിംഗ് മെത്തേഡ്സ് യൂസിങ് എനി വൺ ഓഫ് ദ ഗ്രോ ബാഗ്സ് യു ലിസ്റ്റഡ്. Write 2 materials other than they explain the manufacturing methods using any one of the grow bags you listed. അപ്പോൾ ഏതെങ്കിലും ഒന്നിൻ്റെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. മെത്തേഡ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്, ഉണ്ടാക്കുന്നതിൻ്റെ മെത്തേഡും എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? യൂസിങ് റൈസ് സാക്സ് വെച്ചിട്ട് എഴുതാം. അരിച്ചാക്ക് വെച്ചിട്ട് എങ്ങനെ എഴുതാം? ക്ലീൻ ദ ഓൾഡ് പ്ലാസ്റ്റിക് സാക്സ് ത്രൂലി, ദെൻ മേക്ക് small drainage holes at the bottom of excess water, then roll the edges lightly and fill it with the equal parts of soil, then dried cow dung powder and cocoa peat for planting. Then Anu's food plate includes cakes, sweets, soft drinks, chips and fruits. Should any change made Anu's food plate? Write your opinion. അപ്പോൾ അനുവിൻ്റെ ഫുഡ് പ്ലേസിൽ എന്തെങ്കിലും ചേഞ്ച് വേണമല്ലേ. ഓക്കെ, അപ്പം നമുക്ക് എന്ത് എഴുതാം? യെസ് എന്ന് എഴുതാം അല്ലേ. ചേഞ്ച് മസ്റ്റ് ബി മെയ്ഡ്. അപ്പം എന്ത് എഴുതാം? നമുക്ക് റൈറ്റ് യുവർ ഒപ്പീനിയൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. നിങ്ങളുടെ ഒപ്പീനിയൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. മോസ്റ്റ് ഓഫ് അനൂസ് ഫുഡ്സ് ഓപ്ഷൻ ഏതൊക്കെയാണ്? കേക്ക്, ചിപ്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെയാണല്ലേ കൊടുത്തിട്ടുള്ളത്. അതൊക്കെ എന്താണ്? അൺഹെൽത്തി ജങ്ക് ഫുഡ്സ് ആണല്ലേ. ഓക്കെ, അപ്പം നമുക്ക് എഴുതാം മോസ്റ്റ് ഓഫ് അനൂസ് ഫുഡ്സ് ഓപ്ഷൻസ് ആർ അൺഹെൽത്തി ജങ്ക് ഫുഡ്. ഷീ ഷുഡ് റീപ്ലേസ് വിത്ത് ദ ബാലൻസ്ഡ് ഡയറ്റ് കണ്ടെയ്നിങ് റൈസ്, വെജിറ്റബിൾ, പൾസസ് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സ് അല്ലേ. ദെൻ ബി ക്വസ്റ്റ്യൻ എന്താണ്? എക്സ്പ്ലെയിൻ ദ നീഡ് ഫോർ പ്രിപ്പയറിംഗ് എ ഫുഡ് പ്ലേറ്റ്. എന്താ പറഞ്ഞിട്ടുള്ളത്? എക്സ്പ്ലെയിൻ ദ നീഡ് ഫോർ പ്രിപ്പയറിംഗ് എ ഫുഡ് പ്ലേറ്റ്. എന്താണ്? ഒരു ഭക്ഷണത്തിൻ്റെ ഒരു ഫുഡ് പ്ലേറ്റ് തയ്യാറാക്കേണ്ടതിൻ്റെ ആവശ്യകത, അതിൻ്റെ നീഡ് എന്താണെന്ന് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തിനാണ്? പ്രിപ്പയറിംഗ് എ പ്രോപ്പർ ഫുഡ് പ്ലേറ്റ് എൻഷുർ ദറ്റ് അവർ ബോഡി റിസീവ്സ് ഓൾ എസെൻഷ്യൽ ന്യൂട്രിയൻസ് അല്ലേ. കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, വിറ്റാമിൻസ് ഒക്കെ നമുക്ക് കിട്ടും അല്ലേ. ഇൻ ബാലൻസ്ഡ് പ്രൊപ്പോർഷൻ ഫോർ ഗ്രോത്ത്, എനർജി ആൻഡ് ഡിസീസ് പ്രിവെൻഷൻ. ഓക്കെ, അപ്പോൾ എന്താണ് അതിൻ്റെ ആവശ്യകത എന്ന് കൂടി നിങ്ങൾ എഴുതുക. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു എക്സാം? ആദ്യമായിട്ടാവില്ല നിങ്ങൾ ഈ എക്സാം എഴുതുന്നുണ്ടാവുക. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.